നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു, എന്താ പറ്റിയത്? ഇനി എന്ത് പറ്റാനാ? വല്യപ്പച്ചിയും കുടുംബം ചന്ദ്രകാന്തം വിട്ടുപോയി. ഞാൻ എവിടെ പോയത്? നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ആരാ സഞ്ജുവിനോട് ഇത് പറഞ്ഞത്? ഞാൻ സ്വാതിയെ കാണാൻ ചന്ദ്രകാന്തത്തിൽ പോയിട്ടാ വരുന്നത്. എന്താ സഞ്ജു? അമ്മു സ്വാതി എവിടേക്കാ പോയത്? ഞാനില്ലേ എപ്പോഴാ അറിയുന്നത്? സഞ്ജു കള്ളം പറയുന്നോ? സഞ്ജു നീ എന്തായി കാണിക്കുന്നത്? സഞ്ജു വിടാൻ, സഞ്ജു വിടാൻ. നീ അറിയാതെ അമ്മ എവിടെയും പോവില്ല. പറ. ഇവിടെ ആരോട് പറഞ്ഞില്ലെങ്കിലും നിന്നോട് അവളെല്ലാം പറയും. അമ്മ പോയത് എവിടെയാണെന്ന് പറയാതെ നിന്നെ ഞാൻ വിടണ. പ്രഭേട്ടനും വല്യേച്ചിയും സ്വാധീനം കൊണ്ട് സ്ഥലം വിട്ടിരിക്കുന്നു. അവരെവിടേക്കാ പോയതെന്ന് അറിയണം. സഞ്ജു സത്യമായിട്ട് സ്വാതി അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. സഞ്ജു ഞാൻ പിടിവിട്ട് നിൽക്ക. എങ്ങനെ ഞാൻ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒളിച്ചു വെക്കാതെ നീ പറയുന്നുണ്ട് രാജു. എവിടെ ഉണ്ടോ സ്വാതി? എനിക്കറിയില്ല സഞ്ജു. മോനെ, അവൻ അറിയാൻ പറയില്ലേ? ഇക്കാര്യത്തിൽ നമ്മൾ മൂന്നിനും നിന്റെ കൂടെ നിൽക്കില്ലേ? എന്ത് വില കൊടുക്കും ഞങ്ങൾക്കും സഞ്ജനയുമായിട്ടുള്ള വിവാദം തടഞ്ഞേ പറ്റൂ. നീയൊക്കെ തടയാൻ പോകുന്നത് എന്റെ ജീവിതം കൂടിയാണ്. എടാ, ഇവിടുന്ന് പോയതിനു ശേഷം അമ്മനെ വിളിച്ചിട്ടില്ലടാ. പച്ചക്കളോ നീ എന്നോട് പറയുന്നത്? അറിയാലോ, ഒരിക്കൽ നീ എന്നോടൊരു സത്യം ഒളിപ്പിച്ചു വെച്ചവനാ. നീ മാത്രമല്ല, ഇവർ രണ്ടുപേരും അത് തന്നെ ചെയ്ത്. അമ്മു നിന്നെ വിലക്കിയിട്ടുണ്ട്. സഞ്ജു ഇല്ലടാ, ഞാനങ്ങനെ ചതിക്കില്ല. സ്വാതിയാ അമ്മുവിനെ വിലക്കിയിട്ടുള്ളത്. സ്വാതി അകലെന്നല്ല അമ്മു ആഗ്രഹിക്കുന്നത്. അതെ സഞ്ജു, അവൾ ശ്രമിക്കുന്നത് നിങ്ങൾക്കിടയിൽ അകൽച്ച വരാതിരിക്കാനാണ്. സഞ്ജു ദാ ട്രീറ്റ്മെന്റുമായിട്ടുള്ള സ്റ്റേറ്റ്സിലേക്ക് പോയതാവോ? ദിനേശൻ എന്താ ഈ പറയുന്നത്? അമ്മന് പാസ്പോർട്ട് പോലും ഇല്ല. എനിക്ക് തോന്നുന്നത് അമ്മൂരെ സിദ്ധിമുത്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാ. അതിനാ സാധ്യത കാണുന്നത്. ഇക്ബാള് വിശ്വസിക്കുന്നത് സിദ്ധിബുദ്ധിക്ക് സ്വാതിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നാ. എങ്ങനെയെങ്കിലും കല്യാണം ഒന്ന് മുടങ്ങി കിട്ടിയാ മതി. ഓഹോ, അങ്ങനെ ഈ കല്യാണം മുടങ്ങിയാൽ പിന്നെ ആ പെണ്ണ് ജീവനോടുണ്ടാവില്ലടാ. സഞ്ജന എന്റെ മകൾക്ക് സമം. നിനക്കൊക്കെ ഈ കല്യാണം മുടക്കി സഞ്ജനയുടെ മരണം കാണുന്നു അല്ലടാ. നിനക്കിത് ഞാൻ തന്നത് നീ ഈ വീട്ടിലെ പണിക്കാരനാണെന്ന് ഓർമ്മിപ്പിക്കാനാ. കോടികൾ ആസ്തിയുള്ള ആഗ്നേയ ഗ്രൂപ്പിന്റെ ഫ്യൂച്ചർ CEO ആകാനുള്ള പെണ്ണിന്റെ കല്യാണം മുടക്കുമെന്ന് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? കുടുംബകാര്യങ്ങളിൽ കയറി ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വീട്ടുപണിക്കാർക്ക് ഇനി ഈ വീട്ടിലുണ്ടാവില്ല. അത് നീ ഓർത്തു വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.